ഇത് എൻ്റെ സുഹൃത്ത് രമേശൻ, അദ്ദേഹത്തിൻ്റെ മകന് ചോറ് കൊടുക്കുന്നൊരു ഫോട്ടോ ആണ്. ഇത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ്. ആർക്കെങ്കിലും കൊടക് ഭാഗത്തുള്ള ആർക്കെങ്കിലും ഈ ഒരു അഡ്രസ്സിൽ ഒന്ന് ആളെ കണ്ടുപിടിച്ച് തരാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അഡ്രസ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ കലാം പാപ്പളശ്ശേരിയാണ്, വയനാട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊടകിൽ നിന്ന് നാട് വിട്ട് വന്ന രമേശൻ എന്ന എൻ്റെ ഒരു സുഹൃത്ത് ചെറുപ്പയിൽ വന്ന് കല്യാണം കഴിക്കുകയും അവിടുന്ന് അതിനുശേഷം അദ്ദേഹം സ്വയം ഇല്ലാതാവുകയും ചെയ്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ഇദ്ദേഹം എന്നെങ്കിലും തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ ചിലപ്പം കാത്തിരിക്കുന്നുണ്ടാവും. അന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു അഡ്രസ്സ് എനിക്ക് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഞാനന്നതൊരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടപ്പോൾ ഞാൻ ആ അഡ്രസ്സ് തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സഹായം എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്രസ്സിലുള്ള ആളെ കണ്ടുപിടിക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോട് നമ്മൾ അറിയിക്കണം. അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ ഈ അഡ്രസ്സ് കൊടക് ഭാഗത്തുള്ള ആളുകൾ ഈ അഡ്രസ്സിലുള്ള സ്ഥലം അറിയുമെങ്കിൽ എന്നെ ആയിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയ ഒരു സുഹൃത്തിൻ്റെ മകനാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷമായിട്ടുണ്ടാവും? 30 വർഷത്തിന് വരെ. 30ന്റെ വരെ. ഞാൻ രമേശന്റെ മോന്. അപ്പൊ എന്താ പറയാ, കോഴിക്കോട് നിജാസൊക്കെ ചെറുതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൊടകുന്ന് നാട് വിട്ട് വന്ന രമേശൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്തുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് എൻ്റെ കൂടെ നിന്ന് ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗത്തൊക്കെ എൻ്റെ ഒരു വലം കൈയായിട്ടുണ്ടായിരുന്ന രമേശനുണ്ടായിരുന്നു. അവൻ നാട് വിട്ട് വന്നു. അതിനുശേഷം ഇവിടെ വന്ന് മാവൂര് ചെറുപ്പയിൽ വന്ന് കല്യാണം കഴിച്ചു. അതിനുശേഷം ഇവൻ ചെറുതായിരിക്കുന്ന സമയത്താണ് അവൻ മരണപ്പെടുന്നത്. ഇവിടുന്ന് മരണപ്പെട്ടു അവൻ. അതിനുശേഷം ഞാൻ ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് ഇവൻ ചെറിയ കുട്ടിയാണ്. പക്ഷെ ഇപ്പം ഞാനിന്നിവിടെ ചെറുപ്പയിൽ വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് പറയാണ്, നമ്മുടെ രമേശൻ്റെ മകനാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനെ അതേ വലുപ്പത്തിൽ എനിക്കിപ്പോൾ തിരിച്ച് കൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇവനെ ഞാൻ ചേർത്ത് പിടിക്കും. കാരണം ഇവൻ്റെ അച്ഛൻ്റെ അഡ്രസ്സ് എന്തായാലും എൻ്റെ അടുത്ത് വീട്ടിൽ എവിടെയോ ഉണ്ട്. ഞാൻ ഏതോ ഒരു പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ്റെ അച്ഛൻ്റെ ഒരു അഡ്രസ്സ്. അത് തപ്പി പിടിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ നാട്ടിലേക്ക് എനിക്ക് എത്ര വയസ്സായി? 27 ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനൊരു 30 വർഷത്തിന് മേലെ, 30ന്റെ മേലെ, 35 വർഷം ഏകദേശം ആയിട്ടുണ്ടാകും തോന്നുന്നു ഇവൻ്റെ അച്ഛൻ നാട് വിട്ട് പോന്നിട്ട്. 40 വർഷമായിട്ടുണ്ടാവും ഇവൻ്റെ അച്ഛൻ നാട് വിട്ട് അവിടുന്ന് വന്നിട്ട്. പക്ഷെ ആൾ ഇവിടുന്ന് മരണപ്പെട്ടു പോവുകയും ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഇങ്ങനെ ഒരു മകനുണ്ടായി. ആ മകനിപ്പം എന്നോളം വളർന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ വളരെ സന്തോഷം. എന്തായാലും ഇനി ഇവർക്ക് അച്ഛൻ്റെ നാടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. നമുക്ക് അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അഡ്രസ്സ് വീട്ടിൽ എവിടെയോ ഉണ്ട്. ഞാൻ നമ്പർ തിരിച്ചു വിളിക്കാം. ഓക്കെ.